അപ്പൊ നമ്മൾ ഇന്നുള്ളത് എന്ന് വെച്ചാല് നമ്മുടെ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് സീരീസിലാണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം എഡ്യൂപോർട്ടിന്റെ റിപ്പീറ്റർ 2025 ബാച്ചിൽ പഠിച്ച് ഇന്ന് IIT, IISc, NIT കാലിക്കറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇപ്പൊ 8th, 9th, 10th ഒക്കെ കാണുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. സോ അവരുടെ അടുത്തൊക്കെ എന്താണ് ആക്ച്വലി പറയാനുള്ളത്? ഒരു പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ള നോർത്ത് സ്റ്റുഡൻസ് എപ്പോ തൊട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, ആ രീതിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? അവര് സാധാരണ നമ്മൾ നോർത്തിൽ നോക്കുന്ന അവർ 5 മുതലേ പഠിച്ചു തുടങ്ങുന്ന ടീമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 8-9 നമ്മൾ കേരളത്തിലെ കുറച്ച് കുട്ടികൾ നമ്മളെങ്കിലും കുറച്ച് ഓൺലൈൻ ഒക്കെ കണ്ടിട്ട് ഒരു ബേസിക്സ് ഉണ്ടാക്കും. നമ്മളിപ്പോ കോമ്പറ്റീഷൻ എക്സാംസ് പറയുമ്പോൾ ഈ നീറ്റ് ജീവിതത്തിൽ നിൽക്കാതെ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും എനിക്ക് എന്റെ ഒളിമ്പിയാഡ് പോലെ എക്സാംസുകളൊക്കെ പലപ്പോഴും അവയർനെസ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടി പലർക്കും വേറൊരു സാധനം ഉണ്ട് കേട്ടോ. മുബാരിസിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ 8th-ലും 9th-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10th-ൽ പഠിക്കുന്ന സമയത്ത് ഒരു ഒളിമ്പിയാഡ് എക്സാം ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. മുബാരിസിന് അറിയില്ലായിരുന്നു. ഇവിടുത്തെ ഫാക്കൾട്ടീസ് ഒക്കെ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് സോൾവ് ചെയ്യാൻ. എന്റെ കൂടെ അവിടെ ഉള്ള സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്ത്, അതായത് IIT-ലുള്ള ആൾക്കാർ. അപ്പൊ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആകെ അറിയാവുന്ന എക്സാം എന്ന് പറയുന്നത് ഒന്നുകിൽ NMMS എക്സാം, അല്ലെ USS എക്സാം, അല്ലെങ്കിൽ അതൊക്കെ നല്ലതാണ് എല്ലാം. അതോടൊപ്പം തന്നെ പിന്നെ വരുന്നതാണ് +2 കഴിഞ്ഞാൽ നീറ്റ്. ഇതല്ലാതെ വേറൊരു എക്സാമുകള് അവർക്ക്. പിന്നെ പലരും എന്ന് വെച്ചാല് ആക്ച്വലി നമ്മുടെ USS-നും LSS-നും അല്ലെങ്കിൽ NMMS-നും ഒക്കെ പഠിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ജയിലൊക്കെ നല്ല സോൾവിങ് എബിലിറ്റിയും സാധനങ്ങളും. ഇപ്പൊ പല കുട്ടികളും അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു 8th, 9th, 10th കാലഘട്ടത്തിൽ മാക്സിമം ആ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ന്യൂമറിക്കൽ ആ കഴിവ് ഉണ്ടാക്കി എടുക്കാൻ നമ്മളെ കുട്ടികൾ ഇപ്പൊ റിപ്പീറ്റിൽ ചേർന്നിട്ട് 3 മാസം കഴിയും ഏതാണ്ട് ആ ഒരു സ്കിൽഡിലേക്ക് ആവാൻ. അപ്പൊ ഒരു 3 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓരോ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 7 to 10 മാസമാണല്ലോ നമുക്ക് റിപ്പീറ്റർ കാലഘട്ടം കിട്ടുന്നത്. അപ്പൊ അതിലൊരു 3 മാസം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ടൈമാണ്. അപ്പൊ ആ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ NMMS-ന് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും 9th-ഉം 10th-ഉം അതുപോലെ ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാല് ഒരുപാട് എളുപ്പമായി മാറും. കാരണം ആ മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ ഉണ്ടായാൽ തന്നെ ഫിസിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആക്യുറസി, ടൈം, സ്പീഡ്, കോൺസെപ്ഷ്യൽ ലേണിംഗ്, ഇതൊക്കെ എല്ലാ എൻട്രൻസ് എക്സാമുകളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ആ രീതിക്ക് ഇപ്പൊ നമ്മൾ പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ JEE അഡ്വാൻസിലെ ടോപ്പ് 100 വരുന്ന റാങ്കുകളിൽ നിന്റെ IIT-യിൽ എത്രയാടാ ഇത് വരുന്നത്? തെലങ്കാന, ആന്ധ്ര, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, ഇവരൊരു രാജസ്ഥാനാണ് ഏറ്റവും മെയിൻലി അവിടെ ഉള്ളത്. രാജസ്ഥാന്റെ ഒരു കോട്ട പോലെയാണ് അവർ മൊത്തം. പിന്നെ തെലുങ്ക്, ആന്ധ്ര, തെലുങ്ക്. ഇപ്പൊ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ടോപ്പ് 100 എടുക്കുകയാണെങ്കിൽ ഈ വട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 30 to 40% ഓഫ് ആൾക്കാർ ആന്ധ്ര, തെലങ്കാന, ദെൻ ഒരു 10 to 14% ആൾക്കാർ, 15% അങ്ങാണ്ട് രാജസ്ഥാനാണ് വരുന്നത്. അപ്പൊ ഓരെണ്ണായ ഏതാണ്ട് 50%. അപ്പൊ നമ്മള് അവിടെ എന്താണ് എന്ന് നോക്കുമ്പോ അവരുടെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നുണ്ടാവും, നീ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവര് 5ാം ക്ലാസ് മുതലേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് 5, 6, 7 അങ്ങനെ ഓരോരോ അവരുടെ ജീവിതത്തിലേക്കുള്ള മൈൽ സ്റ്റോണുകൾ ഇങ്ങനെ കാലടി വെച്ച് അങ്ങനെയാണ് അവർക്ക് IIT-കളിലേക്ക് ഇത്രയും % ഓഫ് ആൾക്കാരെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അവരോടാണ് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത്, മനസ്സിലാക്കണം. ആ സാധനം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോമ്പറ്റീറ്റീവ്, ദി വേൾഡ് ഈസ് നൗ മോർ കോമ്പറ്റീറ്റീവ്. ദെൻ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യാം, അതായത് നമ്മള് ഒന്ന് ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ബാക്കിലേക്ക് പോയി. നിങ്ങളൊരു 10th കഴിഞ്ഞ റിസൾട്ട് കിട്ടി നിൽക്കുന്ന ആ ഒരു സമയമാണ് ഇതെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുന്നുണ്ടാവാം? ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് പഠിക്കാനാവുമെങ്കിൽ അതന്നെ പഠിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും +1, +2 ട്യൂഷൻ പോലെ നീറ്റിന് പോയിട്ടായിരുന്നു. പക്ഷെ നീറ്റ് മാറ്റി JEE-ക്ക് ഇന്റഗ്രേറ്റഡ് ചേർന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. നീ ഇപ്പോ ഒരു സ്റ്റേറ്റ് സിലബസ് അല്ലേ പഠിച്ചത്? അപ്പൊ സ്റ്റേറ്റ് സിലബസ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല നമുക്ക് എൻട്രൻസിലേക്ക് വരുമ്പോൾ. അപ്പൊ ആ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് +1, +2 സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ഞാൻ എഡ്യൂപോർട്ട് ഓൺലൈനിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു പിടുത്തുണ്ടായിരുന്നു ഇതിന്റെ എങ്ങനെയൊക്കെയാണ് അവർ എക്സാം അവയർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് സിലബസും എൻട്രൻസ് എക്സാമും ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് 2 വർഷത്തെ എക്സാം പേപ്പർ നോക്കിയാൽ നമുക്ക് സ്റ്റേറ്റ് പോയിട്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയിരുന്നു. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു കേട്ടോ. ഈ 8, 9, 10 ഹൈസ്കൂളൊക്കെ കുറെ മാറ്റം വരുന്നുണ്ട്. ദെൻ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അവസാനമായിട്ട് ഒരു JEE ആസ്പിറന്റ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് സ്റ്റുഡന്റിനെ ഡൗൺ ആവും, ക്വസ്റ്റ്യൻ കിട്ടാണ്ട്, അതൊക്കെ നോർമലാണ്. നമ്മൾ കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യുക, ഇത്രയാണ് പറയാനുള്ളൂ.
കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം. മുമ്പ് ഒരു അതെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം. പിന്നെ ഡെയിലി എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊരു കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ കൗണ്ട് ആണോ നോക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആണോ നോക്കണം? ആ രീതിക്ക് എന്താണ് നിങ്ങൾ ചെയ്തിരുന്ന സാധനം? ടൈപ്പ് അല്ല, വെറൈറ്റി. ചില കുട്ടികൾ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഡെയിലി 100 ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ ചെയ്യണോ സാർ, അങ്ങനെ ആ രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയുന്നത്? അല്ല, ഈ സെയിം ടൈപ്പ് ഒരു സെയിം വെറൈറ്റി ഒരേ സെയിം സാധനം 100 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു കാര്യം കിട്ടുന്നില്ല. അപ്പൊ നമ്മള് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. കൗണ്ട് വെച്ചിരുന്നു ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യും ഞാൻ, അങ്ങനെ കൗണ്ട് ഞാൻ ബെഞ്ച് മാർക്ക് വെച്ചിട്ടില്ല, പക്ഷെ മാക്സിമം കൂട്ടാൻ നോക്കാറുണ്ട്. ടോപ്പിക്സ് കവർ ചെയ്യാം. ടോപ്പിക്സും എണ്ണവും ഏകദേശം ഒരു ഒപ്റ്റിമം റേഞ്ചിൽ കൊണ്ടുപോകുന്നുള്ളതാണ്. ഒരെണ്ണം കൂട്ടിയിട്ട് ഒരെണ്ണം കുറിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച്, ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. സോ ഇതോടുകൂടെ നമ്മൾ ഈ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. ഇതിനുശേഷം ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തെ ഇത് കഴിഞ്ഞ വർഷത്തെ 2025 റിപ്പീറ്റർ ബാച്ചിലായിരുന്നെങ്കിൽ 2026 റിപ്പീറ്റർ ബാച്ചിൽ നിന്ന് IIT ബോംബെയും IIT മദ്രാസ് ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള IIT-കളിലേക്ക് സ്റ്റുഡൻസ് പ്രവേശിച്ചിട്ടുണ്ട്. സോ അവരുടെയൊക്കെ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാൻ പറ്റും. സോ നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര പെട്ടെന്ന് തന്നെ ആരംഭിക്കും. സോ ബൈ ബൈ.